മുഖ്യമന്ത്രി പറഞ്ഞത് തീരുമാനം സർക്കാർ കൈക്കൊള്ളുമെന്നാണ്. അനൌദ്യോഗികമായി പറഞ്ഞ കാര്യങ്ങൾ തനിക്ക് നോക്കേണ്ട കാര്യമില്ലെന്നും റജി ചെറിയാൻ പറഞ്ഞു. നിയമസഭയിൽ ഇത് സംബന്ധിച്ച മറുപടിക്കിടെ പരിശോധിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ മൈക്ക് ഓഫാണെന്ന് കരുതി അവധി നൽകില്ലെന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജനങ്ങൾ ഒന്നിച്ച് അന്ന് പ്രാദേശിക അവധി, കാരണം ഒരു കുട്ടനാട് നിയോജകമണ്ഡലം മാത്രമേ അതിനകത്ത് എനിക്ക് തോന്നിട്ട് വരുന്നുള്ളൂ, അങ്ങനെ അവധി വേണമെന്ന് പറഞ്ഞത് എനിക്കും അത് ശരിയാണ് എന്ന് തോന്നിയതിൻ്റെ പേരിൽ ഞാൻ എന്ത് ചെയ്തു, സബ്മിഷനിലൂടെ അത് ഉന്നയിച്ചു. അതിൻ്റെ മറുപടി, എനിക്ക് തന്ന മറുപടി പരിഗണിക്കാം, സർക്കാർ അത് പരിഗണിക്കാം എന്നാണ് എനിക്ക് തന്ന മറുപടി. ഒരു കാര്യം ചിലപ്പം പ്രസംഗിച്ചിട്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന സുഹൃത്തിനോട് അത് കൊടുക്കില്ല, അതെൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നതിൽ ഞാനതൊരു ഇതായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾ ഈ പറയുന്നുണ്ട് MLA-യുടെ ഇടയ്ക്കുള്ള വ്യക്തിപരമായിട്ട് അതൊന്നും ഒരിക്കലുമില്ല. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. ശ്രീ ഫൈസൽ അസീസ് വിശദാംശങ്ങൾ. ഫൈസൽ, ഇതിപ്പോൾ കയ്യിൽ നിന്ന് പോയ സ്ഥിതിക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇനി ഇത് കൊടുത്തേ ഒക്കൂ എന്നൊരു നിലയുണ്ടോ? ഇതിൽ ഇപ്പോൾ മൈക്ക് ഓഫാണെന്ന് കരുതി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ വലിയ അതൃപ്തി ഉണ്ടോ റജി ചെറിയാൻ? ഏതായാലും റജി ചെറിയാൻ വലിയ അതൃപ്തിയൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മോട് പ്രതികരിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തന്നോട് ഔദ്യോഗികമായി തന്നോട് പറഞ്ഞത് അത് സർക്കാർ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ്. എന്നാൽ അനൗദ്യോഗികമായി പറഞ്ഞ കാര്യത്തോട് തനിക്ക് അതിന് പ്രതികരിക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് റജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ സംഭവം ഇടത് സൈബർ ഹാൻഡിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ തന്നെ വൈറലാക്കിയിട്ടുണ്ട്. എല്ലാ മന്ത്രിമാർ MLA-മാർ ഉൾപ്പെടെയുള്ളവർ ഇത് അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിയമസഭയിലെ താൻ ആദ്യം ഉന്നയിച്ച ഒരു സബ്മിഷനാണ് ഇത്തരത്തിൽ ഒരു മറുപടി നൽകിയത് എന്നാണ് റജി ചെറിയാൻ പറയുന്നത്. എന്നോട് പറഞ്ഞത് തീരുമാനം സർക്കാർ കൈക്കൊള്ളാമെന്നാണ്. അനൗദ്യോഗികമായി പറഞ്ഞ കാര്യങ്ങൾ തനിക്ക് നോക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് റജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. കുട്ടനാടിൻ്റെ വികാരം കണക്കിലെടുത്താണ് താൻ അത്തരത്തിലൊരു സബ്മിഷൻ ഉന്നയിച്ചത്. അതായത് ഈ വീഡിയോ പുറത്തു വന്നതോടെ, അതായത് ഈ വി.ഡി. സതീശൻ പറഞ്ഞ കാര്യത്തിൻ്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി തനിക്ക് ഒരുപാട് കോളുകളും ഒരുപാട് ആൾക്കാർ തന്നോട് ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നടപടി അത്തരത്തിലൊരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തന്നോട് പലരും ചോദിച്ചിരുന്നു എന്നാണ് റജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. അവധി തന്നില്ല എങ്കിലും കുട്ടനാടിന് അന്ന് അവധി ആയിരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സർക്കാരിൻ്റെ ഭാഗമായി നടക്കുന്ന ചമ്പക്കുളം മൂലം വള്ളംകളി സർക്കാരിൻ്റെ ഭാഗമായി തന്നെയാണ് നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പുന്നമടക്കായലിൻ്റെ പ്രധാനപ്പെട്ട നെഹ്റു ട്രോഫി വള്ളംകളിയായ അതിന് മുന്നോടിയായാണ് ഈ ചമ്പക്കുളം വള്ളംകളി നടക്കുന്നത്. 29-നാണ് നടക്കുന്നത്. അന്നാണ് കുട്ടനാട്ടിൽ പ്രാദേശിക അവധി വേണമെന്ന ഒരു സബ്മിഷൻ നിയമസഭയിൽ കുട്ടനാട് MLA റജി ചെറിയാൻ ഉന്നയിക്കുന്നത്.